സതീശൻ പറഞ്ഞതെല്ലാം വിധിയെഴുത്തിൽ തെളിഞ്ഞു. വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനെ അടയാളപ്പെടുത്തുന്നതാണ് ഈ വിജയം. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി.ഡി. സതീശൻ 2021 മെയ് 22-നാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ അവരോധിതനായത്. എണ്ണിയാൽ തീരാത്ത പദവികൾ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിട്ടും മുതിർന്ന നേതാക്കളുടെ പ്രതിരോധങ്ങളെ മറികടന്നാണ് AICC പ്രതിപക്ഷ നിരയുടെ താക്കോൽ അന്ന് വി.ഡി. സതീശനെ ഏൽപ്പിച്ചത്. ഉത്തരവാദിത്വം 5 വർഷത്തിനിപ്പുറം പാർട്ടിയെയും മുന്നണിയെയും ഒറ്റയ്ക്ക് ചുമലിലേറ്റി ഭരണത്തിലേക്ക് നയിക്കുക. അന്നുമുതൽ ഇങ്ങോട്ട് സതീശൻ നേരിട്ട അഗ്നി പരീക്ഷണങ്ങൾക്ക് സമാനതകളില്ല. പാർട്ടിക്കകത്തുനിന്നും പുറത്തുനിന്നും ഒരുപോലെ ഉയർന്ന പ്രതിസന്ധികൾക്ക് മുന്നിൽ അയാൾ പക്ഷേ തലകുനിച്ചില്ല. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് വിജയമുറപ്പാക്കി. ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും പാർട്ടിയെയും മുന്നണിയെയും മുന്നിൽ നിന്നു തന്നെ നയിച്ചു. ഇടയ്ക്കെവിടെയും സാമുദായിക വോട്ടെന്ന മോഹവലയിൽ കുടുങ്ങാനില്ലെന്ന നിലപാടിൽ വെള്ളം ചേർത്തില്ല. വെള്ളാപ്പള്ളിയുടെ വാവിട്ട വാക്കുകൾക്ക് മുന്നിൽ മതേതര മനസാക്ഷിയുടെ സൂക്ഷിപ്പുകാരനായി അടിയുറച്ചു നിന്നു. ഞാൻ വിമർശനത്തിന് അതീതനല്ലല്ലോ. ആരെങ്കിലും എന്നെ വിമർശിച്ചാൽ ഞാൻ അവരുടെ മക്കിട്ട് തരണം എന്തിനാ? ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം എന്നെ കുറിച്ച് എന്തെല്ലാം മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു. ഞാൻ ഒരു വാക്കും മോശമായിട്ട് പറഞ്ഞില്ല. അദ്ദേഹത്തിന് 90 വയസ്സുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. വിധി നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ പ്രവർത്തകരുടെ ആത്മവീര്യം കാത്തുസൂക്ഷിക്കാൻ സ്വന്തം ജനായത്ത ഭാഗതയും തന്നെ പണയം വെച്ച് രാഷ്ട്രീയ വനവാസം എന്ന വെല്ലുവിളി ഏറ്റെടുത്തു. 100 സീറ്റ് കടക്കുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നപ്പോഴെല്ലാം 100 സീറ്റെന്ന അവകാശവാദം നെഞ്ചുറപ്പോടെ ആവർത്തിച്ചു. തീർന്നില്ല. 1 ഡസനോളം മന്ത്രിമാർ തോൽക്കുമെന്നും 5 ജില്ലകളിൽ എതിരാളികളില്ലാത്ത തേരോട്ടമെന്നും ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. 1 ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും. 1 ഡസൻ. ചിലപ്പോൾ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. ചിലപ്പോൾ 1 കൂടി, ചിലപ്പോൾ 1 കുറയും. വി.ഡി. സതീശന്റെ പ്രവചനങ്ങളെല്ലാം രാഷ്ട്രീയ കേരളം ശരിവച്ചതിന്റെ പകലിനാണ് ഇന്ന് സാക്ഷിയായത്. മുന്നിൽ നിന്ന് പടനയിച്ച പടനായകൻ തന്നെ ഭരണത്തിന്റെ ചെങ്കോലേന്തുമോ എന്നതാണ് ഇനി രാഷ്ട്രീയ കേരളം ഉത്തരം തേടുന്ന ചോദ്യം.